അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജിങ് ആൻഡ് വ്യൂവിംഗ് റോൾസ് ആണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഡാറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാനേജിങ് ആൻഡ് വ്യൂവിംഗ് റോൾസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റോൾസ് അലോ യു ടു ഡിഫൈൻ റോ ലെവൽ സെക്യൂരിറ്റി റൂൾസ് ആൻഡ് ക്രിയേറ്റ് ഫിൽറ്റേർഡ് വ്യൂസ് ടു റെസ്ട്രിക്ട് ആക്സസ് ഫോർ സ്പെസിഫിക് ഓഡിയൻസ്. അപ്പം നമ്മളുടെ ഡാറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കും. ഇപ്പം ചില കാറ്റഗറീസ് ഇപ്പം ഓഡിയൻസിന് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം കാണിക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതാണോ കാണിക്കേണ്ടത് അത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. പവർ വ്യൂ ഓപ്പൺ ചെയ്യാം. മോഡൽ വ്യൂവില് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ മാനേജ് റോൾസും അതുപോലെ വ്യൂ ആസും കാണാൻ പറ്റും. അതില് മാനേജ് റോൾസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റോൾസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റോൾസിൽ ന്യൂ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേര് അവിടെ കൊടുക്കുക. റോൾസിൽ റീനെയിം ചെയ്യുക. അപ്പൊ ഞാനിവിടെ കാറ്റഗറി എന്ന് കൊടുക്കാണ്. അപ്പൊ ഞാനിവിടെ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് കാറ്റഗറി ലുക്കപ്പില് കാറ്റഗറീസ് വരുന്നുണ്ടല്ലോ, ബൈക്സ്, ആക്സസറീസ്. അപ്പം എനിക്ക് ബൈക്സിന്റെ മാത്രം ഡാറ്റ ഓഡിയൻസ് കണ്ടാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിങ്ങനെ ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പം ഞാനിവിടെ കാറ്റഗറി എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ഒരു ടേബിൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് കാറ്റഗറി ലുക്കപ്പ്. ദെൻ ഫിൽറ്റർ ഡാറ്റയിൽ ന്യൂ എടുക്കുക. ഏതാണ് കാണേണ്ടത് എന്നുള്ളത് പറയണല്ലോ. അപ്പൊ അതിന് ന്യൂ എടുക്കുക. നെക്സ്റ്റ് കാറ്റഗറി വന്നിട്ട് കാറ്റഗറി നെയിം വന്നിട്ട് അതിലുള്ള ഒരു കാറ്റഗറി ഞാനിപ്പോ ഇവിടെ ബൈക്സ് എടുക്കണം. ബൈക്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇവിടെ ടിക്ക് ചെയ്തിട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് വ്യൂ ആസ് കാണാം. വ്യൂ ആസിൽ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് മാത്രം ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നമ്മള് റിപ്പോർട്ട് വ്യൂവിൽ ചെന്നാലും എന്തായിരിക്കും, ആ ഒരു ബൈക്സിന്റെ മാത്രം വാല്യൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാറ്റഗറീസിൽ എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ടായിരുന്നു, ആക്സസറീസ്, ക്ലോത്തിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബൈക്സിന്റെ മാത്രം ഇട്ടേക്കുന്നതുകൊണ്ട് ബൈക്സിന്റെ മാത്രം വാല്യൂസേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബൈക്സിന്റെ റിട്ടേൺ റേറ്റ്, ബൈക്സിന്റെ ഓർഡേഴ്സ്. അതുപോലെ ഇപ്പോ ഇവിടെ ടേബിൾ വ്യൂ നോക്കിയാലും ഇപ്പൊ പ്രൊഡക്റ്റ് കാറ്റഗറി ലുക്കപ്പ് എടുക്കുക, കണ്ടോ, ഇവിടെ ബൈക്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിൽ വേറെ 2 കാറ്റഗറീസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ മാനേജിങ് ആൻഡ് വ്യൂയിങ് റോൾസ് ചെയ്തത് കൊണ്ട് ഒരു കാറ്റഗറി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് വ്യൂയിങ് എടുക്കുക. കണ്ടോ, ഇപ്പം ഇവിടെ 4 കാറ്റഗറി നെയിം ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ബൈക്സിന്റെ മാത്രമാണ് എടുത്തിരുന്നത്.